ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. സങ്കീർത്തനങ്ങൾ 138 അതിൻ്റെ 7 തിരുവചനം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ഒരുമിച്ച് ദൈവ ശബ്ദവുമായി നിങ്ങളുടെ മുമ്പിലെത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇന്ന് പകൽക്കാലം ഞാൻ അറിയിക്കുന്ന കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി ഇന്നത്തെ ദിവസം അനുഗ്രഹിച്ചു തരട്ടെ. നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചന വേദഭാഗം നമ്മൾ വായിച്ചത് പ്രകാരമാണ്. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. കർത്താവ് പറയുന്നു, സങ്കീർത്തനങ്ങളിലൂടെ നമ്മോട് പറയുക, ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും. ദാവീദ് രാജു പറയുന്ന ഒരു സങ്കീർത്തനമാണ്, ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 138 സങ്കീർത്തനം. അവിടെ ഇപ്രകാരം ദാവീദ് പറഞ്ഞു, ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും കർത്താവേ നീ എന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി പേർ കഷ്ടതയുടെ നടുവിലൂടെ നടക്കുന്നവരായിരിക്കാം. ഒരുപാട് പേർ രോഗികളായി നടക്കുന്നവരായിരിക്കാം. ഒരുപാട് പേർ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിനകത്ത് അത് ചലിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അത് ജീവനുള്ളതാണ്. അത് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവന് അകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നവർക്ക് ഈ ദൈവവചനം അതുപോലെ ചലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും കർത്താവേ നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ ജീവിക്കും എന്നല്ല ദാവീദ് പറയുന്നത്, എന്നെ കർത്താവ് ജീവിപ്പിക്കും. അപ്പോൾ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ലായിരിക്കാം. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ, കഷ്ടതകൾ, വേദനകൾ, രോഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അയ്യോ ജീവിക്കാൻ കഴിയത്തില്ല. ദാവീദ് പറയുന്നു, എങ്കിലും നീ എന്നെ ജീവിപ്പിക്കും. ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേൾക്കുന്ന ആരെയൊക്കെയോ കർത്താവ് ജീവിപ്പിക്കാൻ പോകുകയാണ്. തീർന്നെന്ന് ചിന്തിച്ച മേഖലകൾ, തകർന്നെന്ന് ചിന്തിക്കുന്ന മേഖലകളിലൂടെ ആയിരിക്കാം ഇന്ന് രാവിലെ നിങ്ങൾ നടക്കുന്നത്. ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, ദൈവം നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുക. നിങ്ങളെവിടെ തകർന്നുവോ അവിടെ ദൈവം നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുന്നു. നിങ്ങളെവിടെ ഉടഞ്ഞുവോ അവിടെ നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. എവിടെ നിങ്ങൾ വീണുപോയോ അവിടെ നിന്ന് സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കഷ്ടതയുടെ നടുവിലൂടെ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശത്രുക്കൾ എനിക്ക് നേരെ ദേഷ്യപ്പെടുമ്പോൾ അവരുടെ ദേഷ്യത്തിന് നേരെ എൻ്റെ ദൈവം കൈനീട്ടാൻ പോകും. ഇന്ന് പകൽ നിൻ്റെ വൈരികൾ, നിൻ്റെ ശത്രു നിൻ്റെ നേരെ കൈനീട്ടുമ്പോൾ വചനം പറയുന്നു, അവർ നിൻ്റെ നേരെ കടന്നു വരുമ്പോൾ ദൈവം അവർക്ക് വിരോധമായി കൈനീട്ടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഭാരത്തോടു കൂടി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശത്രു ചിലപ്പോൾ നിങ്ങളെക്കാൾ വലുതായിരിക്കാം. പക്ഷേ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, അവർ നിനക്ക് നേരെ ദേഷ്യപ്പെടുമ്പോൾ, നിനക്ക് നേരെ അവർ ശബ്ദമുയർത്തുമ്പോൾ ഇന്ന് രാവിലെ ദാവീദ് പറയുന്നു, ദൈവം അവർക്ക് നേരെ കൈനീട്ടാൻ പോകുക. കർത്താവ് പറയുന്നു, എൻ്റെ വലങ്കൈ നിന്നെ രക്ഷിക്കും. ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ കൈ നിങ്ങളെ രക്ഷിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും നിരാശകളും കണ്ണുനീരുകളുടെ നടുവിലായിരിക്കും നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്നത്. രാവിലെ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിൻ്റെ വലങ്കൈ, ദൈവത്തിൻ്റെ കൈ
നിന്നെ രക്ഷിക്കും. ഇന്ന് പ്രഭാതത്തിൽ ആ വലം കൈ നിങ്ങളെ രക്ഷിക്കാൻ പോകുക. ആ കണ്ണുനീരുകൾ മാറാൻ പോകുക. ആ വേദനകൾ സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റാൻ പോകുക. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവ് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലധികം അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഷ്ടതയുടെ നടുവിൽ കൂടെ നടക്കുന്നവരുണ്ട് കർത്താവേ. വേദനയുടെ നടുവിലൂടെ നടക്കുന്നവരുണ്ട് കർത്താവ്. ശത്രുവിൻ്റെ ദേഷ്യത്തിൻ്റെ നേരെ അതിനകത്ത് കൂടി കർത്താവ് ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്നവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് രാവിലെ കർത്താവേ, അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് അരുളി ചെയ്തതുപോലെ ദൈവം ഇവരെല്ലാവരെയും കർത്താവ് വിടുവിച്ചാട്ടെ. ദൈവത്തിൻ്റെ കരങ്ങൾ അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ സകല ഭാരങ്ങളെ ദൈവം എടുത്തു മാറ്റി അവരെ ദൈവം പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരണം. പ്രിയമക്കളുടെ കർത്താവ് എല്ലാ യാത്രകളിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ, വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം അനുഗ്രഹിക്കണം, ദൈവകൃപ കൂടെ ഇരിക്കണം. ദാവീദിനോട് കൂടെ ഇരുന്നത് പോലെ ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവരോട് കൂടെ ദൈവത്തിൻ്റെ കരമിരിക്കട്ടെ. ദൈവം അവരെ രക്ഷിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപ തുറന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കും, വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും ഈ ദൈവശബ്ദം കേൾക്കുവോളം കർത്താവ് നിങ്ങളെല്ലാവരെയും കാക്കട്ടെ, കരുതട്ടെ. ആമേൻ. കർത്താവ് സ്തോത്രം.